ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ യൂട്യൂബ് വീഡിയോ. ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഗെയിമിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് നമ്മളൊക്കെ നോക്കി കാണുന്ന കുറച്ച് സ്കില്ലുകളുണ്ട്. അതിലൊരു 3 സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന സ്കില്ല് നിങ്ങൾ അതിൻ്റെ യൂസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതായിരുന്നു എന്ന് അറിയാൻ ചാൻസ് വളരെ കുറവാണ്. ഒരു 10% ആൾക്കാർക്ക് അത് അറിയത്തുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു സ്കില്ലാണ് ഞാൻ തേർഡ് പറയാൻ പോകുന്ന സ്കില്ല്. അപ്പോൾ ഇന്നത്തെ 3 സ്കില്ല് ആദ്യത്തെ 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഹീൽ ട്രിക്ക്. അപ്പോൾ നമ്മൾ ഹീൽ ട്രിക്ക് കൊടുക്കുന്ന പ്ലേയേഴ്സ് സാധാരണ കൊടുക്കുന്നത് അധികം കണ്ടിട്ടില്ല പ്ലേയേഴ്സിന്. പക്ഷേ ഈ സ്കില്ലിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരു പ്ലെയറിൻ്റെ പാസിങ്, ഷൂട്ടിങ് എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ ഈ സ്കില്ല് സഹായിക്കും. അതായത് നമ്മുടെ സാധാരണ ആൾക്കാരുടെ ഹീൽ ട്രിക്ക് എന്നുള്ള ഒരു സ്കില്ല് കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്ന ഓക്കെ ബാക്ക് ഹീൽ വെച്ച് പാസ് കൊടുക്കുന്ന രീതിയായിരിക്കും, അത് മാത്രമായിരിക്കും ബാക്ക് ഹീലിൻ്റെ ഉപയോഗം ഉണ്ടാകുന്നത്. പക്ഷേ അതേ അല്ല ഈ സ്കില്ല്. കാരണം ഈ സ്കില്ല് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ബാക്ക് ഹീൽ വെച്ച് പാസ് കൊടുക്കാൻ പറ്റും. സ്കില്ല് വേണ്ട അങ്ങനെ ഒരു പാസ് കൊടുക്കാൻ. പക്ഷേ ഈ സ്കില്ലുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഔട്ട് ഓഫ് പൊസിഷനിലാണെങ്കിൽ പോലും നമുക്ക് പ്രോപ്പറായിട്ട് ഈ സ്കില്ല് കാരണം നമുക്കത് പാസ് കൊടുക്കാൻ ഈസി ആയിട്ട് പറ്റും. മാത്രമല്ല ബാക്ക് ഹീൽ വെച്ചിട്ടുള്ള ഷൂട്ട്, അതായത് നമ്മൾ ടാപ്പിൻ്റെ ഒക്കെ വരാൻ നേരത്ത് നമ്മൾ ബോഡി ഔട്ട് ഓഫ് പൊസിഷനിൽ നിന്ന് ടാപ്പിങ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് ഹീലിൻ്റെ ഇത് ആക്ടിവേറ്റ് ആവുകയും നമുക്ക് പെട്ടെന്ന് ഗോൾ സ്കോർ ചെയ്യാനും പറ്റും. മാത്രമല്ല ഈ സ്കില്ല് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കേഴ്സ് അല്ലെങ്കിൽ AMF. അതിലും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. സ്ട്രോങ് ഹെവി ആയിട്ടുള്ള പ്ലേയേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ് എന്ന് പറയുന്ന പ്ലേയേഴ്സ്, അങ്ങനെയുള്ള പ്ലേയേഴ്സ് വരാൻ നേരത്ത് നമുക്ക് പാസ് കൊടുക്കാനൊക്കെ നോക്കുവാണെങ്കിൽ എളുപ്പമായിട്ട് പാസ് കൊടുക്കാൻ ഇതും കൊണ്ട് പറ്റും. കാരണം ഇതിൻ്റെ അനിമേഷൻ ടൈമിങ്ങിൽ കുറച്ച് കുറവുണ്ട്. അപ്പോൾ പെട്ടെന്ന് പാസ് കൊടുക്കാൻ പറ്റും. തിരിഞ്ഞ് ടേൺ എടുത്ത് നമുക്ക് ടൈം വേസ്റ്റ് വരത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പാസ് കൊടുക്കാൻ പറ്റും. മാത്രമല്ല ചില സ്ലോ ആയിട്ട് കളിക്കുന്ന നമ്മുടെ സ്പീഡ് കുറവായിട്ടുള്ള AMF അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഡിഫൻഡറിനെ ബീറ്റ് ചെയ്ത് ടേൺ എടുത്തിട്ട് വേണം പാസ് കൊടുക്കാൻ. അങ്ങനെ വരുമ്പോഴും അവിടെ നമുക്ക് ടൈം വേസ്റ്റ് ആവുകയാണ്, നമ്മുടെ ഇന്ന് ബോൾ ലോസ് ആവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരാതെ പെട്ടെന്ന് പാസ് കൊടുക്കാൻ ബാക്ക് ഹീലും കൊണ്ട് നമുക്ക് പറ്റും. മാത്രമല്ല ഒപ്പോണൻ്റ് അത് വിചാരിക്കത്തില്ല, ഈ പാസ് പോസിബിൾ ആണോ, അവർ ടേൺ എടുത്തിട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു ചെറിയ മൈൻഡ് സെറ്റിലായിരിക്കും ഒപ്പോണൻ്റ് നമ്മളെ പ്രഷർ ചെയ്യാൻ വരുന്നത്. ആ ടൈമിൽ ബാക്ക് ഹീൽ വെച്ച് നമുക്ക് പെട്ടെന്ന് പാസ് കൊടുത്ത് കയറിപ്പോകാൻ പറ്റും. അപ്പോൾ അതിനൊരു നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ട്രൈക്കേഴ്സിലാണ് കൂടുതൽ, അതായത് ഹെവി സ്ട്രൈക്കേഴ്സിൽ. പിന്നെയുള്ളത് AMFനൊക്കെ നമുക്ക് സ്ലോട്ട് ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അടുത്ത സ്കില്ലാണ് സോൾ കൺട്രോൾ. സോൾ കൺട്രോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഓക്കെ മറ്റേ സ്പെഷ്യൽ DT ഇടാൻ നേരത്ത് വേണ്ടി വരുന്ന സ്കില്ല് എന്നാണ് മാക്സിമം ആൾക്കാർ അറിഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ ഇതിനും വേറൊരു സീക്രട്ട് ഉണ്ട്. അതായത് ഈ സ്കില്ല് നമ്മൾ ഏത് പ്ലേയേഴ്സിന് കൊടുക്കുന്നോ അവരുടെ നോർമൽ പൂളായിട്ടുള്ള കോണ്ടാക്റ്റ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുക. അതായത് നമ്മുടെ ടൈറ്റ് പൊസിഷൻ ഇല്ലേ, ടൈറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോള് നമ്മളും ബോളുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ടൈറ്റ് പൊസിഷൻ അതൊന്നും കൂടെ അടുത്തായിട്ട് പിടിപ്പിക്കും സോൾ കൺട്രോൾ ഉണ്ടെങ്കിൽ. മാത്രമല്ല നമ്മൾ ഡാഷ് ട്രിബിൾ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് നിന്നിട്ട് ഡാഷ് ചെയ്ത് പോകാൻ നേരത്ത് ഈ സ്കില്ലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു അനിമേഷനാണ്. അപ്പോൾ അനിമേഷനിൽ കുറച്ച് ഒരു 0.1 സെക്കൻഡ് 2 സെക്കൻഡ് ഡിഫറൻസ് നമുക്ക് കിട്ടും. അത് കേൾക്കുമ്പോൾ ഒന്നും തോന്നത്തില്ല, പക്ഷേ ഇൻ ഗെയിമിൽ വരുമ്പോൾ എല്ലാ മില്ലി സെക്കൻഡും കൗണ്ടഡ് ആണ്. നമുക്ക് പ്ലേയേഴ്സിൻ്റെ ഈസി മൂവ്മെൻറ്റിന് സഹായിക്കും. പിന്നെ നമ്മൾ ടേൺ എടുക്കുമ്പോൾ സോൾ കൺട്രോൾ ഉണ്ടെങ്കിൽ പ്ലേയേഴ്സിന് ഈസി ആയിട്ട് ടേൺ എടുത്ത് പോകാൻ പറ്റും. പിന്നെ ബോളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഒപ്പോണൻറ്റിനെ കൺഫ്യൂസ് ആക്കാൻ പറ്റും സോൾ കൺട്രോൾ ഉണ്ടെങ്കിൽ. പക്ഷേ ഇൻ ഗെയിമിൽ ഈ സ്കില്ലിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ജസ്റ്റ് നമ്മുടെ ഔട്ട് ഓഫ് സോൾ വെച്ചിട്ട് ബോളൊന്ന് കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള രീതിയാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോളായിട്ടുള്ള കോണ്ടാക്റ്റ് വളരെയായിട്ട് കുറയ്ക്കും. കാരണം നമ്മുടെ ബോൾ എപ്പോഴും അടുത്തായിരിക്കും, എപ്പോഴും അടുത്തേക്കിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് കൊടുക്കും. കാരണം മെസ്സിയുടെ ഒക്കെ ബോൾ കൺട്രോൾ കണ്ടിട്ടില്ലേ, എപ്പോഴും ബോള് പുള്ളിയുടെ കാലിൻ്റെ തൊട്ടടുത്തായിരിക്കും. അങ്ങനെയായിരിക്കും ഈ പ്ലേയേഴ്സിൻ്റെയും സോൾ കൺട്രോൾ ഉള്ള പ്ലേയേഴ്സിൻ്റെ അടുത്ത്. അപ്പം നമ്മൾക്കിത് കൊടുക്കാൻ പറ്റിയ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ എടുക്കാൻ പാടുള്ള, അതേപോലെ തന്നെ ടോൾ പ്ലേയേഴ്സിനും കൊടുക്കാം. പിന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, അതായത് സ്പീഡി ആയിട്ടുള്ള പ്ലേയേഴ്സിനും കൊടുക്കാം. കാരണം സ്പീഡി ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്പീഡ് ചെയ്യണം. അപ്പോൾ സോൾ കൺട്രോൾ ഉണ്ടെങ്കിൽ ഡ്രിബ്ലിങ് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും.
പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ലോഫ്റ്റഡ് ത്രൂ പാസ് അല്ലെങ്കിൽ ലോഫ്റ്റഡ് പാസ് നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക നമ്മുടെ സ്ട്രൈക്കറിനോ ആർക്കാണെങ്കിൽ. ഈ സോൾ കൺട്രോൾ ഉള്ളതുകൊണ്ട് പാസ് റിസീവ് ചെയ്യുമ്പോൾ പന്ത് ബൗൺസ് ചെയ്ത് പോകുന്നില്ല. ചില സമയത്ത് കണ്ടിട്ടില്ല, പന്ത് വന്ന് കാലിലിടിച്ച് തെറിച്ച് പോകുന്നത്. ആ പ്രശ്നം കുറയും, ശരിക്കും കുറയും നമ്മുടെ ഗെയിമിൽ. നമ്മുടെ കാലിലേക്ക് ബോൾ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതാണ് സോൾ കൺട്രോളിൻ്റെ മറ്റൊരു ഉപയോഗം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡ്രിബിളിംഗ് സ്റ്റാറ്റ്സ് നമ്മൾ നോക്കി കളിക്കുന്ന ഏത് പ്ലെയർ ഉണ്ടോ ആ പ്ലെയേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്കില്ലാണ് സോൾ കൺട്രോൾ. പിന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻഡേഴ്സ് ചില ഹെവി അല്ലെങ്കിൽ ടോൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്, പന്ത് വിൻ ചെയ്യും, പക്ഷെ അതിന് ശേഷം അറ്റാക്കേഴ്സ് വരുമ്പോൾ നമ്മുടെ കാര്യം നിന്ന് എടുത്തുകൊണ്ട് പോകുക അല്ലെങ്കിൽ ഒരു സ്ലോ രീതി കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡിഫൻഡേഴ്സിന് കൊടുക്കാൻ പറ്റിയതാണ് ഈ ഹീൽ ട്രിക്കും സോൾ കൺട്രോളും. കാരണം സോൾ കൺട്രോൾ വരുമ്പോൾ നമ്മളിപ്പോൾ വിൻ ചെയ്ത ബോൾ ബൗൺസ് ചെയ്ത് പോകാതെ നിൽക്കാനും സഹായിക്കും. ഹീൽ കൺട്രോൾ വരുമ്പോൾ ടേൺ എടുക്കാതെ തന്നെ പാസ് കൊടുക്കാനും നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് പൊസിഷനിൽ നിൽക്കുമ്പോൾ പാസ് കൊടുക്കാനും സഹായിക്കും. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്കില്ലിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ സ്കില്ലായിരുന്നു ഇവൻ ഇത്ര നേരം ഹൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നതെന്ന്. കാരണം ഈ സ്കില്ലാണ് അക്രോബാറ്റിക് ഫിനിഷിങ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അക്രോബാറ്റിക് ഫിനിഷിങ് എന്തോ ജസ്റ്റ് ഒരു ബോളി അടിക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റേ ബൈസൈക്കിൾ കിക്ക് അടിക്കുക അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് തന്നെ നമ്മുടെ ഗെയിമിലും കാണിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ പറഞ്ഞേക്കുന്നതുണ്ടോ, ജസ്റ്റ് വായിച്ചു നോക്കുക. അതിൽ ലാസ്റ്റ് പറഞ്ഞേക്കുന്നതാണ് ഓഫ് ദ ബാലൻസ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അവിടെയാണ് കാര്യം നിൽക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ തേർഡിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ അറ്റാക്കേഴ്സിനെ, അതായത് CFനെ നന്നായിട്ട് പ്രഷർ ചെയ്തിട്ടാണ് ഒപ്പോണൻറ്റ് കളിക്കുക. കാരണം രണ്ടുപേരും പ്രഷർ ചെയ്യാൻ വരും. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കേക്കടെയാണ് ഒരു ഷൂട്ട് അടിക്കുന്നത് എപ്പോഴും. ഈ അക്രോബാറ്റിക് ഫിനിഷിംഗ് എന്ന് പറയുന്ന സ്കില്ലുണ്ടെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിന് ഒരു പുഷ് കിട്ടിയാൽ അല്ലെങ്കിൽ പുറകെ നിന്ന് കൈ വെച്ച് നമ്മുടെ ഡിഫൻഡേഴ്സ് നമ്മുടെ ഷോൾഡർ ചാർജോ അല്ലെങ്കിൽ ഷോൾഡർ പുള്ളോ ചെയ്യുമ്പോൾ ബാലൻസ് പോയാലും അടിക്കുന്ന ഷോട്ട് ആക്യുറേറ്റ് ആയിട്ട് കയറാൻ ചാൻസ് കൂടും. ഇത് മിക്ക സ്ട്രൈക്കേഴ്സിനും ഞാൻ കണ്ടേക്കണേ കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഡ്രിബിളിങ് കൊടുത്തിട്ടുണ്ട്, ഫിനിഷിങ് 100 അല്ലെങ്കിൽ 90 കൊടുത്തു, 95 കൊടുത്തു, അറ്റാക്കിൽ വന്ന് അടിച്ച് കയറ്റാൻ നേരത്ത് നോക്കുമ്പോൾ ആ ബോൾ നെറ്റിൻ്റെ അകത്തേക്ക് കയറില്ല, പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്ക് അടിച്ച് കയറുക. നിങ്ങൾ ഉന്നം വെക്കുന്ന സ്ഥലത്തേക്ക് ആയിരിക്കില്ല ബോൾ കയറി പോകുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടോ, അതേപോലെ ഉള്ള പൊസിഷനിലും പന്ത് നമ്മൾ അടിക്കുന്ന കറക്റ്റായിട്ട് പോസ്റ്റിൽ കയറും. അതാണ് അക്രോബാറ്റിക് ഫിനിഷിങ്. ഇതിൻ്റെ ഒരു പെയ്ഡ് സ്കില്ലും കൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിനോമിനൽ ഫിനിഷിങ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഗെയിമിൽ ഇമ്പോർട്ടൻസ് വരുന്ന അക്രോബാറ്റിക് ഫിനിഷിങ്ങാണ്. കാരണം മറ്റേത് ശരിക്കും ഓഫ് ദ പൊസിഷനിൽ നമ്മൾ കിക്ക് എടുക്കാൻ തുടങ്ങണമെന്നുണ്ട്. പക്ഷേ ഇത് നമ്മളെ ഓടി വന്ന് കിക്ക് എടുക്കാൻ നേരത്ത് ഒരു നമ്മുടെ ഡിഫൻഡർ പുഷ് ചെയ്ത് നമ്മളെ പ്രഷർ ചെയ്യുമ്പോൾ ഈ സ്കില്ല് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും, അക്രോബാറ്റിക് ഫിനിഷിങ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കില്ല് കൊടുക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ബ്ലിസ്കുകളുള്ള പ്ലേയേഴ്സിനൊക്കെ കൊടുക്കാം. കാരണം അവർ എപ്പോഴും നമ്മൾ വന്നൊരു ആംഗിളിൽ നിന്ന് അടിക്കുമ്പോൾ ആ ആംഗിൾ കറക്റ്റ് 30 to 45 ആണ് കറക്റ്റ് ആംഗിൾ. അത് കിട്ടാണ്ട് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് കയറാനും ഈ സ്കില്ല് സഹായിക്കും. മാത്രമല്ല എപ്പോൾ പ്രഷർ വരുന്നോ അതിൻ്റെ ഇടയിലൂടെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഈ സ്കില്ല് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ് ഡ്രിബിൾ ചെയ്ത് വന്ന് നമ്മൾ പെട്ടെന്ന് ഷൂട്ട് എടുക്കില്ല. അതായത് പന്ത് നമുക്ക് ലോങ്ങിൽ നിന്ന് ത്രൂ വെച്ച് കിട്ടി, അവിടെ നമ്മൾ ഡാഷ് ഡ്രിബിൾ ചെയ്ത് ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ട് ഷൂട്ട് എടുക്കാൻ നേരത്ത് ഡാഷിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഷൂട്ട് ചെയ്യിക്കി പോകും. അങ്ങനെയുള്ളപ്പോൾ പോലും ഈ സ്കില്ലും കൊണ്ട് നമുക്ക് ആക്യുറസി കൂട്ടാൻ പറ്റും നമ്മുടെ ഷൂട്ടിൻ്റെ. രണ്ട് ഗുണങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അത് രണ്ടും മേജറായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടി വരുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ 3 സ്കില്ല് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് അക്രോബാറ്റിക് ഫിനിഷിംഗ് ആണ്. പക്ഷെ എത്ര പേര് അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നുണ്ട് എന്ന് നമുക്കറിയത്തില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അക്രോബാറ്റിക് ഫിനിഷിംഗ് കൊണ്ട് ഓൾറെഡി നമുക്കറിയാം, നമ്മുടെ ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ നിന്ന് പന്ത് ബൗൺസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്ട്രൈക്കറിന് ചിലപ്പോൾ ഈ അറ്റാക്കിങ് കൊടുത്താൽ ചില സ്ട്രൈക്കേഴ്സ് ഷൂട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ചില സ്ട്രൈക്കേഴ്സ് ഒന്നും ചെയ്യാതെ നിൽക്കും. പിന്നെ അപ്പോഴത്തേക്കും ബോൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ഈ അക്രോബാറ്റിക് ഫിനിഷിംഗ് ഉള്ള പ്ലേയേഴ്സിന് അങ്ങനെ ബോൾ അടുത്തേക്കടെ പോകണം കാണുമ്പോൾ തന്നെ നമ്മൾ ഷൂട്ട് ആക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു വോളി അടിക്കാനോ അല്ലെങ്കിൽ ബൈസൈക്കിൾ കിക്ക് അടിക്കാനോ ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടും നിങ്ങളുടെ CFന് ഈ സ്കില്ല് ഉണ്ടായിരിക്കണം. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മസ്റ്റായിട്ടുള്ള സ്കില്ലാണിത്. ഇതിൽ
ഈ സ്കില്ലിൻ്റെ സ്ഥലത്ത് നമുക്ക് വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ഫ്ലിപ്പാപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരാണ്. അതൊന്ന് ഓർത്ത് ഏത് പ്ലെയറിന് കിട്ടിയാലും ഈ സ്കില്ല് ഫസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഒന്ന്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു. അതിൽ എല്ലാവരും എന്നോട് പറഞ്ഞു സൗണ്ടിന് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റാക്കാൻ ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ഇതിൽ സൗണ്ട് ഇമ്പ്രൂവ് ആയോ എന്ന് നിങ്ങളൊന്ന് പറയണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 400-500 പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഈ കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരികയാണെങ്കിൽ നമുക്കൊരു അടുത്ത വീഡിയോ ഇടാനും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസിൽ നമുക്ക് ലൈവ് വരാനും പ്ലാനുണ്ട്. അത് ചെയ്യുന്ന രീതി ഡിഫറെൻ്റായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി, അതിൽ നിന്ന് കാര്യങ്ങൾ കുറച്ച് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കതൊരു നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്തായിട്ട് എന്തെങ്കിലും വേറെ ഏതെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ എന്നോട് പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബേസിൽ വീഡിയോ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ടച്ച് ആൻഡ് ഫ്ലിക്കാണ്. ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2017 സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. See you guys. Bye.